കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ഇറങ്ങിയ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുന്നു. പ്രദേശത്തെ വീടിന്റെ മുറ്റത്ത് കാട്ടാന തുടരുകയാണ്. ഈ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. അരുൺ പൂപ്പറമ്പയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. അരുൺ, ഈ ആനയെ തിരികെ കാട് കയറ്റാൻ ഏതെങ്കിലും രീതിയിലുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടോ? ആനയ്ക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അരുൺ. കരിക്കോട്ടക്കരി, കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ഇറങ്ങിയ കാട്ടാനയാണ് ജനവാസ മേഖലയിൽ തുടരുന്നത്. ഈ ആനയ്ക്ക് എന്തോ ഒരു ക്ഷീണമുണ്ട്. ആന ആന ആരോഗ്യപരമായ എന്തോ പ്രശ്നമുള്ള ആനയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് അത്ര ശാന്തനായി അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ വലിയ ബഹളം ഉണ്ടാക്കേണ്ട ആനയാണ്. ആനയെ ഓസിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് തണുപ്പിക്കുന്നുണ്ട്. ചൂടുകാലമൊക്കെയാണ്, ആനയ്ക്ക് ചൂട് താങ്ങുന്നതല്ല. അപ്പോൾ ആന പക്ഷേ ഇപ്പോഴും ആ വീടിൻ്റെ മുന്നിൽ തന്നെ, മുറ്റത്ത് തന്നെ കാട്ടാന തുടരുകയാണെന്നാണ് പറയുന്നത്. അത്ര വലിയൊരു ആനയാണോ എന്നറിയില്ല. പക്ഷേ കാടിറങ്ങി വന്ന കാട്ടാനയാണ്. ഏത് സമയവും പരിഭ്രാന്തനായ വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാനിടയുള്ള കെൽപ്പുള്ള ഒരു ആനയാണ്. നമുക്കതിന് ഉള്ള മുന്നനുഭവങ്ങൾ, മുൻപരിചയങ്ങൾ ഉണ്ട് താനും. അപ്പോൾ എന്തായാലും കരിക്കോട്ടക്കരിയിലെ കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണുന്നത്. അരുൺ പൂപ്പറമ്പ തുടരുന്നു. അരുൺ, ഈ ആനയെ അവിടെ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ തിരികെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ എന്താണ്? കരിക്കോട്ടക്കരിയിലാണ് വീട്ടുമുറ്റത്ത് ഈ കാട്ടാൻ അങ്ങനെ നിലയുറപ്പിക്കുന്നത്. കാട്ടാൻ എന്തോ പ്രശ്നമുണ്ട്. ആനയ്ക്ക് എന്തോ ആരോഗ്യപരമായ പ്രശ്നം എന്തായാലും ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ അതങ്ങനെ അനങ്ങാതെ മിണ്ടാതെ നിൽക്കില്ല. എന്താണ് കാരണമെന്ന് അറിയില്ല. അപ്പോൾ ആനയെ തണുപ്പിക്കാനുള്ള വെള്ളം, ഓസിൽ വെള്ളം അടിച്ചിങ്ങനെ ആനയെ തണുപ്പിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ വീട്ടുമുറ്റത്ത് തന്നെയാണ് ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ശരിക്കും ഉണ്ടെന്ന് തോന്നുന്നു. അരുൺ ഉണ്ടോ? കേൾക്കാമോ? അഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്നും ഏകദേശം ഒരു 150 മീറ്റർ അകലെ ഈ കാട്ടാനയുണ്ട്. ആ കാട്ടാന, അതായത് ഇവിടെ ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിലെ ഒരു റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ കാട്ടാനയുള്ളത്. അല്പസമയം മുമ്പ് വരെ ഒരു വീടിന്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ തൊട്ട് മുന്നിലായിരുന്നു കാട്ടാന ഉണ്ടായിരുന്നത്. അവിടെ ആ കാട്ടാനയുടെ ദേഹത്ത് ഈ വെള്ളം നനയ്ക്കുകയായിരുന്നു. അതായത് മുറിവുണ്ട് കാട്ടാനക്ക്. ഇന്നലെ കീഴ്പള്ളിയിൽ വെച്ച് ഇതിനെ തുരത്തുന്ന ഘട്ടത്തിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ആ മുറിവുള്ളത് കൊണ്ട് തന്നെ ഈ പെട്ടെന്ന് വയലൻ്റ് ആകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അപകടകാരിയാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഈ ദേഹത്ത് നനച്ച് അല്പനേരം ആശ്വാസത്തോടെ നിന്നു. വളരെ പെട്ടെന്ന് ആന അക്രമകാരിയായി മാറുകയായിരുന്നു. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് അവർ കൂടി നിന്ന സ്ഥലത്തേക്ക് ഈ ആന കുതിച്ചെത്തി. പിന്നീട് തൊട്ടപ്പുറമുള്ള ഈ വീടിന് തൊട്ടപ്പുറമുള്ള ഒരു റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ ആനയുള്ളത്. ഇപ്പോൾ അങ്ങനെ ഒരു വയലൻ്റ് അവസ്ഥയിലല്ല, ആന അനങ്ങാതെ നിൽക്കുകയാണ്. എന്താണ് ഈ ആനയെ ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച്, തുടർ നടപടി എന്ന് സംബന്ധിച്ച് ഇപ്പോൾ വനംവകുപ്പ് ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും മയക്കുവടി എന്ന നടപടിയിലേക്കൊന്നും പോകാൻ കഴിയില്ല. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതി അത്ര യോജിച്ചതല്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇനി എന്താണ് ഈ ആന ഇവിടുന്ന് തുരത്തുന്നതിന് വേണ്ടി എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. ആനയെ ഇവിടുന്ന് വനമേഖലയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പ്രായോഗികവുമല്ല. കാരണം ഇവിടുന്ന് ഏകദേശം ആറളത്തെ വനമേഖലയിലേക്ക് 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പ്രായോഗികമല്ല. എന്താണ് ഇനിയിപ്പോൾ ഒരു തുടർ നടപടിയുടെ ഏത് രീതിയിലായിരിക്കും? വനമേഖല കുറച്ചുകൂടി ദൂരെയല്ലേ? അതെ, ഫോഴ്സെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജനവാസ മേഖലയിൽ നിന്ന് പുറത്താക്കി ഫോറസ്റ്റിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് ഇവിടെ സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാന വരാറുണ്ട്? എങ്ങനെയാണ് സ്ഥിരമായിട്ടെന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്ന ചില ആനകളിങ്ങനെ വഴിതെറ്റി വരുന്നതാണ് സാധ്യത. അല്ലാതെ കൂട്ടമായിട്ട് അവർ ഗ്രൂപ്പായിട്ടൊന്നും വരുന്നത് വളരെ അപൂർവമായിട്ട് വരാറുള്ളൂ. ഇങ്ങനെ വന്ന് മണിക്കൂറുകളോളം നിൽക്കുന്നത് ആദ്യമായിട്ട്? അതെ, അത് അതിന് വഴി തിരിയുന്നുണ്ടാവില്ല. തിരിച്ചു പോകേണ്ട വഴി ഈ നാട്ടുകാർക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ട്. കാരണം ഇതൊരു പകലാണ്, രാത്രി സമയമാണ് ഈ വിഷയമില്ലായിരുന്നു. പകൽ സമയത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശങ്ങളാണ് ഈ പറയുന്ന വാർഡുകളിൽ കൂടി എല്ലാം കടന്നു പോകുക എന്ന് പറയുന്നത്. ഉരുപ്പുകുറ്റി പ്രദേശത്ത് ആന ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. അതിനൊപ്പമാണ് ഇതിപ്പോൾ ആറളത്തുനിന്ന് തുരത്തി വരുന്നതാണോ എന്ന് നമ്മൾക്ക് ഒരു അഭ്യൂഹമുണ്ട്. കാരണം ആ ഒരു പ്രദേശം കൂടിയാണ് ബോർഡറിൽ കൂടിയാണ് കടന്നു വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പകലെന്ന് പറഞ്ഞൊരു ദിവസം നിർണായകമാണ്. നമ്മൾക്ക് ഇതിനെ എങ്ങനെയും ഫോറസ്റ്റ് കയറ്റി ഇവിടുന്ന് ചെറിയൊരു ദൂരത്തിൽ ഒരു 2 കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ ഫോറസ്റ്റ് ഉണ്ട്. 2 കിലോമീറ്റർ ദൂരത്തിലുണ്ടോ? വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നമ്മുടെ കണക്ക് ഇവിടുന്ന് ഷോർട്ടായിട്ട് നോക്കി കഴിഞ്ഞാൽ അധികം ദൂരം വരും. തൊട്ടടുത്ത വാർഡ് ഈന്തങ്കിരി വാർഡാണ്. ഈന്തങ്കരിയോട് ചേർന്ന് മുകൾ ഭാഗം ഫോറസ്റ്റ് അതിർത്തിയാണ് വരുന്നത്.
ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ അതിലപ്പുറം പോകുന്നില്ല. ഈ ആന നിൽക്കുന്ന സ്ഥലം ഇവിടുന്ന് 150 മീറ്റർ അവിടെ വീട് ഇവിടെ എല്ലാം വീടുകളുള്ള പ്രദേശമാണ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കൂമന്തോട് വാർഡ്, തൊട്ടടുത്ത ഈന്തങ്കിരി വാർഡ്, എടപ്പുഴ വാർഡ്, ഈ പ്രദേശങ്ങളെല്ലാം ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ ഇവിടെ കാണാവുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ധാരാളം വീടുകളുണ്ട്. എന്തായാലും ആ നാട്ടുകാരെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അവർ ഇത് നിറയെ വീടുകളുള്ള സ്ഥലമാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഒരു വീട്ടിന് തൊട്ട് മുന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ആനയെ ദേഹത്ത് വെള്ളം നനയ്ക്കുകയും അങ്ങനെ പിന്നീട് പെട്ടെന്ന് ആന വയലൻ്റ് ആവുകയും ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ തന്നെ പാഞ്ഞെടുക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ആന അനങ്ങാതെ നിൽക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ഇത് എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് സംബന്ധിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച നടത്തുന്നുണ്ട്, ആലോചന നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം അതിനൊരു തീരുമാനമാകും. അയ്യങ്കുന്ന് പഞ്ചായത്ത് ഇന്നലെ ഈ കീഴ്പള്ളി ഭാഗത്ത് മേഖലയിൽ കാട്ടാനെത്തിയിരുന്നു എന്നും അതിനെ ഈ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആനയെ പുഴ കടത്തി വിട്ടിരുന്നു കേട്ടിരുന്നല്ലോ. അതേ ആന തന്നെയാണോ ഈ കരിക്കോട്ടക്കരയിലേക്ക് എത്തിയെന്നാണ് സംശയിക്കുന്നത്. ഇപ്പോൾ ഈ ഫോറസ്റ്റ് വാഹനത്തെയൊക്കെ ആക്രമിക്കാൻ ശ്രമം നടത്തിയ ആന ഏത് സമയം വീണ്ടും വയലൻ്റ് ആവാം. അപ്പോൾ അതിനെ നേരിടാൻ എന്താണ് നടപടി അവിടെ, അരുൺ? നേതൃത്വത്തിൽ നാട്ടുകാർക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ പ്രദേശത്തേക്ക് നാട്ടുകാരെ എന്തായാലും പ്രവേശിപ്പിക്കുന്നില്ല. പോലീസ് അവരെ കുറച്ച് ദൂരെയാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. ഈ വിവരം അറിഞ്ഞ്, അതായത് ആ കാട്ടാൻ ഇറങ്ങിയതറിഞ്ഞ് നിരവധി നാട്ടുകാർ ഇതിന് കാണുന്നതിന് വേണ്ടി ഒക്കെ ഇങ്ങോട്ട് എത്തുകയും ചെയ്തിരുന്നു. അവരെയൊക്കെ കൃത്യമായ മുന്നറിയിപ്പ് തുടരുകയാണ്. ആനയ്ക്ക് എന്തോ മുറിവുണ്ട്, ആന എന്തോ അസ്വസ്ഥനാണ്. അപ്പോൾ ആനയെ തണുപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അതേസമയം തന്നെ ആനയെ തിരികെ കാട് കയറ്റാൻ എന്താണ് ഒരു പ്ലാൻ എന്നതിപ്പോഴും ആലോചിക്കുന്നതേ ഉള്ളൂ. കാര്യം ആനയെ കാട് കയറ്റാൻ മതിയാവുകയുള്ള കാര്യം അത് ഇടയ്ക്കിടയ്ക്ക് അക്രമാസക്തനാകുന്നുണ്ട്. പക്ഷേ നിലവിൽ ശാന്തനാണ് കരിക്കോട്ടക്കരയിലെ കാട്ടാന.